തുടരും എന്നൊരു സിനിമ തരുൺ മൂർത്തി സംവിധാനം ചെയ്തിട്ട് ശോഭനയും മോഹൻലാലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഭയങ്കര ഹിറ്റായിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാനും കണ്ടു, എനിക്കും ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു എൻ്റെ ഒരു കാഴ്ചാനുഭവം സിനിമ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. അപ്പോൾ നമ്മളൊരു സിനിമ കാണുന്നു, റിവ്യൂ പോലും അല്ല, ഒരു സിനിമയുടെ കാഴ്ചാനുഭവം. അപ്പോൾ അവിടെ ഈ ഫാൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ മോഹൻലാൽ എന്നുള്ളതല്ല, മോഹൻലാലായാലും മമ്മൂട്ടിയായാലും എന്തിൻ്റെ ഫാൻസായാലും ഈ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രത്യേക ടീമുകളാണ്. അപ്പോൾ ഇവരെ പരാതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സിനിമയെക്കുറിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഓൾക്ക് വേണ്ട അത്ര ഞാൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞില്ല പോലും. നോക്കിയാൽ ഇവിടെ നമ്മളൊരു സിനിമ കാണാൻ പോയി, അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, അതിൽ അഭിനയിച്ച കുറേ പേരുണ്ടാവും, അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ടാവും. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ എന്നൊരു നടനെ ഞാൻ എത്രയോ കാലമായിട്ട് കാണുന്നുണ്ട്, മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും എന്നുള്ള രീതിയിൽ ഞാൻ കാണലുണ്ട്, എനിക്ക് മോഹൻലാലിൻ്റെ എല്ലാ സിനിമയും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് മോഹൻലാലിനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ നമ്മളെ പ്രകാശ് വർമ്മ എന്നുള്ള ആൾ, അതേപോലെ തന്നെ അതിൽ അഭിനയിച്ച ഇപ്പോൾ ബിനു പപ്പു, ഇവരെ പറ്റിയൊക്കെ പറയാനാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. മാത്രമല്ല ആ ഒരു സിനിമയിൽ എന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ അതിൽ മെയിൻ നടനായി അഭിനയിച്ച മോഹൻലാലിനെ പറ്റി തന്നെ 5-6 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ഫാൻസിന് തോന്നിക്കഴിഞ്ഞാൽ വെറുതെ അല്ല. ഇതാണ് ഈ ഫാൻസിൻ്റെ പ്രശ്നം. കാരണം എനിക്ക് മോഹൻലാലിൻ്റെ ഈ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാലൈക്കോട്ട് വാലിബൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ ഫാൻസിന്, കാരണം ഫാൻസിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കണം ഫുൾ ടൈം. സിനിമയ്ക്ക് കഥ ഉണ്ടോ ഇതിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് മോഹൻലാലിനെ കണ്ടാൽ മതി. എവിടെ ഇവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച മാതിരി മോഹൻലാലിനെ കാണണം. അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിനെയും മോഹൻലാലിനും മര്യാദയ്ക്ക് അഭിനയിക്കാൻ സമ്മതിക്കാത്തത് ഫാൻസ് എന്നുള്ള ഇറക്കി വന്നത്. കാരണം അപ്പോൾ ഈ ഫാൻസ് കിട്ടുന്ന ഇങ്ങനെ കളിക്കുമല്ലോ. കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് പറഞ്ഞ് പരത്തി തന്നെ ഈ ഫാൻസുകളെ കുറേ എണ്ണം. ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസാണ് എന്ന് പറയാത്ത എല്ലാ ആൾക്കാരും മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, മൂപ്പരുടെ അഭിനയം. ബിക്കോസ് ഒരിക്കൽ പോലും ഒരു സിനിമയിൽ മോശമായ അഭിനയം എന്നുള്ള രീതിയിലൊന്നും വരില്ല. ഓക്കെ, ദ ക്യാരക്ടർ ഡിമാൻഡ് സർട്ടൻ തിങ്, യു ആക്ട് വാട്ട് ദ ക്യാരക്ടർ ഡിമാൻഡ്സ്, ബട്ട് സംടൈംസ് ഇറ്റ് ഡസൻറ്റ് ജെൽ വിത്ത് പീപ്പിൾ. ഞാൻ ഈ സിനിമ മലയാളി എന്നുള്ള നമ്മളെ ചാനലിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമകൾ പറയുന്ന കുറവായിരുന്നു. ഈ അടുത്ത് വീണ്ടും തുടങ്ങിയാണ്. അധികവും ഇംഗ്ലീഷ് ഭാഷയിലുള്ള അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നമ്മൾ കാണുന്ന സിനിമകൾ മാത്രമേ, അതിനെക്കുറിച്ച് മാത്രമേ മലയാളത്തിൽ പറയാറുള്ളൂ. മലയാള സിനിമകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറേ അലവലാദികൾ വരും മലയാള സിനിമേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അത് അലവലാദികൾ എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഈ ഫാൻസിനെ നിങ്ങളെങ്ങനെ അലവലാദി എന്ന് വിളിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ വേറെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നല്ലതാണോ സിനിമ നല്ലതല്ലേ എന്നുള്ളത് ഇവർക്കൊരു വിഷയമേ അല്ല. ഇവർക്കാകെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇവരുടെ ഏട്ടൻ അല്ല ഇവരുടെ അക്ക അഭിനയിച്ചോ എന്നുള്ളത് മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. അതായത് ഇവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ എഴുതി കൊടുത്തിരിക്കുക. എന്നാൽ ഏട്ടനും ഇക്കയ്ക്കും ഇവരെ പറ്റി ഇവരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നതെന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മളെ സമൂഹത്തിൽ ഏറ്റവും അധപ്പതിച്ച് കിടക്കുന്ന ഒരു വിഭാഗമാണ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ഫാൻസും എൻ്റെ മക്കിട്ട് കയറാൻ വരും. പക്ഷെ സത്യാവസ്ഥയാണ്. ഞാൻ ഈ ഫാൻസിനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ അവരൊന്ന് രക്ഷപ്പെടട്ടെ വിചാരിച്ചിട്ട്. ആര് ഫാൻസ്? കാരണം ജീവിതം ഈ സിനിമാ നടന്മാർ നല്ലത് മോശം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി അവരുടെ ജീവിതം. ഈ ഫാൻസ് ജോലി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഫാൻസിന് ശമ്പളം കിട്ടുള്ളൂ. അല്ലാണ്ട് അവിടെയും ഇവിടെയും കയറിയിട്ട് സിനിമാ നടന്മാർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. നിങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അതിൽ ആരഭിനയിച്ചാലും ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാത്തതുണ്ട്. നമുക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സിനിമകളുണ്ട്, എനിക്ക് ചില ആൾക്കാരുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചില സിനിമകൾ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടില്ല. ആ വ്യക്തിയുടെ അഭിനയത്തിൻ്റെ പ്രശ്നമാവില്ല പലപ്പോഴും. ആ സിനിമ കാണുന്ന നമ്മളുടെ മൂഡ്, ആ സിനിമ പറയുന്ന രീതി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ സിനിമയുമായിട്ട് ഇഷ്ടമില്ലാണ്ട് പോകാൻ സാധിച്ചിട്ട്. ഞാൻ ആഴ്ചയിൽ ഒരു 3 സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണുന്ന വ്യക്തിയാണ്. മലയാളമല്ല കേട്ടോ, മലയാളമല്ലാത്ത സിനിമകൾ. അത് ചിലത് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്, ചിലത് ഇഷ്ടപ്പെടാറില്ല.
പക്ഷെ അധികം തിയേറ്ററിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം തിയേറ്ററിൽ കാണുന്ന സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇത് പലപ്പോഴും മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, ചില ആൾക്കാർ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1-2 ടൈപ്പ് സിനിമകൾ ലോകത്തിൽ. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഓഫീസിൽ നമ്മളൊരു സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കൊളീഗായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാനങ്ങനെ അയാളും മഹാരാഷ്ട്രൻ ആണ്. അപ്പോൾ ഞാൻ മറാഠി സിനിമ ഞാൻ പറഞ്ഞു, മറാഠി സിനിമ നല്ല സിനിമകൾ കുറേ ഉണ്ടല്ലോ. പറഞ്ഞു മലയാള സിനിമേൻ്റെ അത്ര വരില്ല എന്ന് പറഞ്ഞോട്. ഞാൻ പറഞ്ഞു അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ? ഒമ്പരാറിന് മഞ്ഞുമ്മൽ ബോയ്സ് അങ്ങനെയുള്ള കുറേ സിനിമകൾ. അപ്പോൾ ഇവർ പറയുന്ന നല്ല സിനിമകൾ എന്ന് പറയുന്നതിൽ ഒന്നും മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ സിനിമയൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് വന്നതിൽ മലയാള ഭാഷയ്ക്ക് അപ്പുറത്ത് നിന്നിട്ട് മലയാള സിനിമയെ നോക്കിക്കാണുന്ന ഇത് ഗംഭീര സിനിമയാണ് എന്ന് പറയുന്ന ആൾക്കാരൊന്നും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമയല്ല പറയുന്നത്. അവർ അല്ലാത്ത വേറെ അവർക്കൊന്നും പേര് കേട്ടാൽ പോലും അറിയാത്ത ആരൊക്കെയോ അഭിനയിച്ച സിനിമകളാണ് അവർ ഈ ഗംഭീര സിനിമ എന്ന് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർക്ക് മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ അറിയാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മലയാള സിനിമ ഭയങ്കരമായിട്ട് മാറി ഗംഭീര സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ. മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണെന്നൊക്കെ അവർ പറയുന്ന സമയത്ത് അവർ മമ്മൂട്ടിനും മോഹൻലാലിനെ നോക്കിയിട്ടല്ല. അവർ ആ സിനിമ എന്നുള്ള ക്രാഫ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ തീമുകൾ, എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേഹങ്ങൾ, അതാണ്. അല്ലാണ്ട് എല്ലാ സമയത്തും നിങ്ങളൊക്കെ വിചാരം എന്താ, ഒരു നടേ വേറൊരു നടേ ഇതൊക്കെ മാത്രം നോക്കിയിട്ട് ആൾക്കാർ സിനിമ ആണല്ലോ എന്നുള്ളോ. ഞാൻ മമ്മൂട്ടിയുടെ സിനിമ വന്നാലും മോഹൻലാൽ സിനിമ വന്നാലും ഞാൻ കാണും. പക്ഷെ അതേമാതിരി തന്നെ ഇവിടെ വന്ന് നിങ്ങൾ മോഹൻലാലിനെ പറ്റി കുറച്ചും കൂടെ പറയേണ്ടിയിരുന്നു, നിങ്ങൾ മമ്മൂട്ടിനെ പറ്റി കുറച്ചും കൂടെ പറയേണ്ടിയിരുന്നു, നിങ്ങൾ ഇക്ക ഫാനാണ്, നിങ്ങൾ ഏട്ടൻ ഫാനാണ്, നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിട്ടാത് ചങ്ങായിമാർക്കൊന്നും വേറൊരു പണിയില്ലേ ജീവിതത്തിൽ. ഇങ്ങനെ നടന്മാരുടെ വാലും പിടിച്ച് ഇങ്ങനെ നടക്കുക. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇവൻ്റെ ഒക്കെ ആയുസിലെ കുറച്ച് ദിവസം പോയി കിട്ടും അല്ലേ. എന്തൊരു ഗതികേട്. ഒരു ഫാനാവുക, ഒരു നടൻ്റെ ഫാനാവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗതികേടാവുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. എനിക്കങ്ങനെ തോന്നുന്നത്. ഫാനുകളോട് ആകെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ഫാൻ കളിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ജീവിക്കാൻ നോക്ക്. ഇപ്പം എന്നോട് അറിയോ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കാതെ ജീവിക്കാൻ നോക്കുന്നത്. ഞാൻ ജീവിക്കാൻ വേണ്ടി ഇതൊന്നല്ല, ഇത് തമാശയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ആ ജീവിക്കാൻ വേണ്ടിമ്പോൾ അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രീ ടൈമിലും ഉണ്ടാവും ഇങ്ങനെ 2 വീഡിയോ ഒക്കെ ഇടും. ഞാൻ ആലോചിക്കുക, ഒരാൾക്ക് ഒരു ഫാനാണെന്ന് പറയാൻ തന്നെ ഒരു ലേശം നാണക്കേട് വേണ്ടേ. ഇന്ന നടൻ്റെന്നോ നടിയുടേന്നോ ഒന്നുമല്ല, ഞാനൊരു ഫാനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാണക്കേട് വേണം ആൾക്കാർക്ക്. നിങ്ങൾ ഒരിക്കലും ഒരു ഫാനാവരുത്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെനാറ്റിക് എന്നുള്ള, അതായത് ലേശം അസുഖമുള്ളവരാണ് ഫാനാവുക. ഇതൊക്കെ കൂടി ഉള്ള നാട്ടിലെ എല്ലാ ഫാൻസും കൂടിയിട്ട് ഇതിൻ്റെ മെക്കിട്ട് കയറാൻ വരും കേട്ടോ. പക്ഷെ അതാണ് സത്യം. ബീയിങ് എ ഫാൻ മീൻസ് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സിനിമയെ സിനിമയായി കാണുക, പാട്ടിനെ പാട്ടായി കാണുക, നാടകത്തിനെ നാടകമായി കാണുക, പുസ്തകത്തെ പുസ്തകമായി കാണുക, ഇതൊക്കെ കാണുക. അല്ലാണ്ട് അതിലെ കഥാപാത്രം, അത് എഴുതിയ ആൾ, അത് ഉണ്ടാക്കിയ ആൾ ഒക്കെ മനുഷ്യരാണ്. തെറ്റുകളും കുറവുകളും ശരികളും നന്മകളും ദോഷങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യർ. അല്ലാണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും മനുഷ്യ എന്നുള്ള രീതിയിൽ നമ്മളെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ളൊന്നുമില്ല. കഴിവുകളുണ്ട് നമ്മളെക്കാട്ടൊക്കെ. എന്തിൽ? അഭിനയത്തിൽ. നമ്മളെല്ലാവരും അഭിനയക്കാരൊന്നുമല്ലല്ലോ. നമുക്ക് ഉള്ള കുറേ കഴിവുകൾ ഇവർക്കില്ല, ഇവർക്ക് വേണമെന്നില്ല. ഇവരെമാതിരി അഭിനയിക്കണമെന്ന് നമ്മളൊട്ട് അഭിനയിക്കണം എന്നുള്ളതില്ല, അതല്ലേ. അപ്പം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഈക്വലായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ആവുക എന്നുള്ള സംഭവം ഒഴിവായി കിട്ടും. എപ്പോഴും നമ്മൾ ആരെങ്കിലും പിടിച്ചിട്ട് നമ്മളെക്കാട്ടും എന്തോ ഭയങ്കരമാണെന്ന് ഒരു ഈക്വലായിട്ട് തുല്യതയോടുകൂടി മനുഷ്യനെ കാണാൻ പറ്റാത്ത ആൾക്കാരാണ്. നമ്മളെക്കാട്ടും മുകളിൽ 5 ആളുണ്ടെന്ന് പറഞ്ഞിരുന്ന ഓരോ വ്യക്തിയും അവരുടെ താഴെ 50 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അവിടെ അതിൻ്റെ പ്രശ്നം കിടക്കണേ. എൻ്റെ മുകളിൽ 5 ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ താഴെ 50 ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. താഴത്തും മുകളിലും ഒന്നും ആൾക്കാരില്ലാണ്ട് എല്ലാവരും തുല്യരായിട്ട് ഒരേപോലെ കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതിന് ഫാൻ ആവില്ല എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടത് ഭയങ്കര ആവശ്യമാണ്.
അപ്പം അങ്ങനെയാക്കാം. ഇത് വീണ്ടും തുടരും.